അപ്പോ ഇപ്പോ കേൾക്കുന്നുണ്ടോ, ക്ലിയർ ഉണ്ടോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. കാരണം എന്തായാലും നാട്ടുകല്ല് സ്റ്റേഷനിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ മൊഴി എടുക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല എന്നൊക്കെ പറയണത്. അപ്പൊ നമ്മളിവിടെ വന്നിട്ടുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ ലൈവ് ആയിട്ടാണ് കേട്ടോ. അതാണ് ഇപ്പൊ ഞാൻ സ്റ്റേഷന്റെ ഉള്ളിൽ കയറി ഇറങ്ങിയിട്ടുള്ളൂ, നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പൊ സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയാണ്ട് ഞാൻ അപ്പഴാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. സ്റ്റേഷന്റെ മുന്നിൽ ഇരുന്നിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഹൈദറും സലീലും പൈസ മേടിച്ചിട്ടുണ്ടോ അല്ലേ എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇന്ന് രാത്രി 9 മണിക്ക് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ. ഇത്രയും കാലം സലീലിനെയും ഹൈദറിനെയും കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ഞാന്, അല്ലേ? ആ ഞാന് എനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നാണ് ഇവര് എന്താണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. അല്ലാതെ മറ്റുള്ള ആളുകൾ പറഞ്ഞത് കേട്ടുകാണ്ട് ഇന്നേ വരെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും കാലം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ എന്തിയാ പറഞ്ഞിരുന്നത്? തെളിവ് വരട്ടെ. തെളിവില്ല, പൈസ മേടിച്ചതിന് തെളിവില്ല എന്നേ പറഞ്ഞത്. ആ ഹൈദർ അവന്റെ വാക്കുകൊണ്ട് എന്നോട് വാട്സപ്പ് കോൾ വഴി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കപടമുഖമണിഞ്ഞ ഊളകളെ, അങ്ങനെ തന്നെ പറയാം, നാട്ടുകാരെ മൊത്തം മോശക്കാരാക്കിക്കൊണ്ട് നാട്ടുകാരെ വെച്ചുകൊണ്ട് മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് പണം പറ്റുന്ന ഈ ഊളകളെ പൊതുസമൂഹത്തിന് മുൻപിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ആ ഫസ്റ്റ് വീഡിയോ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞതാണ് എന്ത്, ഇതിനെതിരെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഞാൻ കേൾക്കും, പല രീതിയിൽ അവർ വ്യക്തിഹത്യ ചെയ്യും. അതൊക്കെ മത്തായി പറഞ്ഞതുമാരെ എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് നാട്ടുകല്ല് പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ്. നാട്ടുകല്ല് സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയിട്ട് സാറുമായിട്ട് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ലൈവ് ഇട്ടിരിക്കുന്നത്. കാരണം എന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ ഞാനൊരു സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു. മെയ് 22 വരെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന സാറെ ഞാൻ വിളിച്ചിട്ടുണ്ട്. സാറെ പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ആ സാറെ വിളിച്ചുകൊണ്ട് ഞാൻ വളരെ കൃത്യമായിട്ട് ആ സാറിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ കേസിന്റെ കാര്യങ്ങൾ, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഒരടിക്ക് പിന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പിന്നെ നോഫല് മാളിയേക്കല് വീതം വെപ്പിലുള്ള തർക്കമാണോ? അങ്ങനെ വീതം വെച്ച് നക്കി തിന്നേണ്ട ആവശ്യമൊക്കില്ല നോഫലെ, മനസ്സിലായോ? അതിന്റെ ആവശ്യമൊക്കില്ല. നല്ല അധ്വാനിച്ചാണ്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. ഇവരെ പോലെ നാട്ടുകാരെ എന്താ പറയാ, മറ്റേ ഫോളോവേഴ്സ് ഇവരെ ഇഷ്ടപ്പെട്ടാണ്ട് ഓലെ ഫോളോവേഴ്സുകളാക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇക്ക് വീതം വെച്ചാണ്ട് അയിന്ന് നാട്ടുകാരെ പറ്റിച്ചാണ്ട് തിന്നേണ്ട ഒരു ആവശ്യം ജംഷീറിന് അൽഹംദുലില്ലാ പടച്ച സഹായിച്ച് ഇപ്പല്ല. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്, അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് ഇവരുടെ ഒന്നും കയ്യിൽ നിന്ന് ഇതുപോലെയുള്ള പണം പറ്റിച്ചുകൊണ്ട് എന്നെ ഞാനാക്കിയ, കാരണം ഇന്നെ എത്രത്തോളം വളർത്തി വലുതാക്കിയത് ആരാണ്? നിങ്ങളാണ്, അല്ലെ? ജനങ്ങളാണ്. അപ്പൊ ആ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ഒരു പണം ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഇതാക്കാനുള്ള പരിപാടിയൊന്നും ഞാൻ ചെയ്യൂല. അതിനൊക്കെ താല്പര്യമില്ല. ഇനി ഒരിക്കൽ കൂടി ഞാൻ കാണിക്കുക. അതാക്കണം, നാട്ടുകാരിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, കാണുന്നില്ലേ? ഇതാകണം, നാട്ടുകാരിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് എല്ലാ കാര്യം അന്വേഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ലൈവ് ചെയ്യണത്. കാരണം ഞാനിവിടെ വന്നിട്ടുണ്ടോ അല്ലേ എന്നുള്ളതൊക്കെ എന്താ പറയാ ഇപ്പൊ മനസ്സിലായില്ലേ? നാട്ടുകാരി സ്റ്റേഷനിൽ എന്നെ വിളിച്ചിട്ടുണ്ടോ എന്തേതാന്നുള്ളതൊക്കെ. എന്തായാലും ഇപ്പൊ ഇന്ന് വന്നുകൊണ്ട് വീണ്ടും ഞാൻ ആ കേസിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ മൂവ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ വക്കീലിനോടൊക്കെ ഇതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഹാമിദിനെതിരെ വീഡിയോ ചെയ്യാത്ത വിഷയങ്ങള്, അതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഇന്റേതായിട്ടുള്ള ബിസി ഉണ്ടായിരുന്നു. അപ്പൊ അതിന് നിങ്ങളെ മുന്നിലേക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഒരു കണ്ടന്റ് ഇട്ടാണ്ട് വീഡിയോ ചെയ്തിട്ട് കാര്യമില്ല. കറക്റ്റ് പ്രൂഫുകളോട് കൂടിയിട്ട്, തെളിവുകളോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ മുൻപിലേക്ക് വീഡിയോസുമായിട്ട് വരാന്, അല്ലെ? അങ്ങനെ വന്നാലാണ് അതിനൊരു വില ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്താണ് വെറുതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ട്രോൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടൊന്നും ഒരു കാര്യമല്ല. അയാളുടെ തട്ടിപ്പുകളും കാര്യങ്ങളും അയാൾ ചെയ്യുന്ന കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തെളിവുകളോട് കൂടിയിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുമ്പോഴാണ് ആ വീഡിയോക്ക് ഒരു ആധികാരികത ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സലീൽ ഇന്നലെ എനിക്കെതിരെ ഇട്ട വീഡിയോ, അതായത് ഹൈദറിന് നട്ടലില്ലാത്തതിന് നട്ടലിന് പകരം ഹൈദറിന് വാഴപ്പിണ്ടി ആണോന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം എന്താ അറിയോ, ഹൈദറിന് മറുപടി പറയാനല്ല, ഞാൻ ഉന്നയിച്ചത് ആർക്കെതിരെയാണ്? ഹൈദറിനെതിരെയാണ്. ഹൈദർ ഹാമിദിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പുറത്തുവിട്ടത് ഹൈദറിനെതിരെയാണ്. പക്ഷെ അതിനെതിരെ പ്രതികരിക്കുന്നത് ആരാ? കള്ളന് കഞ്ഞി വെക്കുന്ന സലീൽ ബിൻ കാസിം. മിറർ കേരള സലീലാണ് ഹൈദറിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. എന്താ ഹൈദറിന് വീഡിയോ ചെയ്യാൻ അറിയില്ലേ? ഹൈദറിന് സംസാരിക്കാൻ അറിയില്ലേ? അതിനുള്ള നട്ടിലെങ്കിലും ഒന്ന് കാണിക്കുങ്ങളേ. നിങ്ങൾ എവിടേക്കും മാളത്തിൽ ഒളിക്കാനാകണുള്ളൂ. ഇന്ന് രാത്രി 9 മണിക്ക് A to Z കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെ വളരെ കൃത്യമായിട്ട് ആ വീഡിയോ ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പൊ സ്റ്റേഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യം ഇതിമേ തീർന്ന കേസാണല്ലോ, അല്ലെ? ഇനി സ്റ്റേഷന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നത്തിലില്ലല്ലോ.
കാരണം ഞാൻ സ്റ്റേഷനിൽ പോയിട്ടില്ല, ഞാൻ മൊഴി എടുക്കാൻ വിളിച്ചിട്ട് ഞാൻ ചെന്നിട്ടില്ല എന്നുള്ള പ്രശ്നങ്ങൾ ഇവിടെ തീർന്നില്ലേ? ഞാൻ മൊഴി എടുക്കാൻ പോയിട്ടുണ്ടോ എന്നൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? പിന്നെ സ്റ്റേഷന്റെ ഉള്ളിൽ കയറിയാണ്ട് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും നമുക്കില്ല, മനസ്സിലായോ? ഞാൻ ആൺകുട്ടിയാണ് വെച്ചെങ്കിൽ എനിക്ക് തെളിവടക്കം നമുക്ക് ഉള്ളിൽ പോകാൻ രണ്ടാക്കും പോകാം. ബാ, ഞാൻ എന്റെ അഡ്രസ് വിടാം, ഞാൻ എന്റെ അഡ്രസ് കയറാം, ഞാൻ എന്നിട്ട് എന്നെ പിക്ക് ചെയ്താണ്ട് ഞാൻ എന്ത് ചെയ്യാ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നേരാം. മനസ്സിലായില്ലേ? ഇപ്പൊ ഒന്നും മനസ്സിലാവുന്നില്ല അബ്ദുസലാമേ, ഒക്കെ മനസ്സിലാവും. വെയിറ്റ് ആൻഡ് സീ. ഇന്ന് രാത്രി 9 മണിക്കുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അസറുദ്ദീൻ അസറു രണ്ടും കള്ളന്മാരാണ്, എന്താ സംശയമുള്ളത്? കാരണം കൂടെ നടന്നിരുന്ന ഞാൻ ഇത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുണ്ട്. ഇതിന്റെ മുൻപ് പലരും വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടെ കിടക്കുന്നവർക്ക് രാപ്പനി അറിയൂ. ആ രാപ്പനി അറിയുന്ന ആളുകൾ ഇത് തുറന്നു പറയുമ്പോ ഇവരൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നെ ഭീഷണിപ്പെടുത്താനും ഒന്നുമില്ല. എന്നെ ഭീഷണിപ്പെടുത്തിയാണ്ട് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ മത്തായി പറയുന്ന മാതിരിയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഓലൊന്നും ഭീഷണിക്ക് മുൻപിൽ വഴങ്ങാൻ ഞാൻ നിൽക്കൂല, അതിന് ഇന്നെ കിട്ടൂല. എന്ത് ഭീഷണിയാണോ എനിക്കെതിരെ? കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടുള്ളൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടണം. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് ഞാൻ അതുവരെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് ഭയപ്പെടേണ്ട ആവശ്യമല്ല. നസീറേ സുഖല്ല എനിക്ക്? തെറി പറയണ്ട മുത്തേ. ഇല്ല നൗഷാദ് ഭായി, സോറി. ഇവനെ പോലെയുള്ള കുറച്ച് എണ്ണ ഉണ്ട്, നസീറിനെ പോലെയുള്ള മറ്റേ മൂട് താങ്ങി നടക്കുന്ന കുറച്ച് എണ്ണ ഉണ്ട്. ഇവനൊക്കെ പണ്ട് മുതലേ എന്താ പറയാ അവരൊക്കെ താങ്ങി നടക്കുന്ന ആളാണ്. സൈനുദ്ദീൻ അതിന് എന്തിനു മറുപടി കൊടുക്കണം? അല്ല, ഓനെങ്കിലും മറുപടി ഒക്കെ ഒഴിവാക്കി. ബാബു തായി അസ്സലാം വലൈക്കും. റേഞ്ചിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. നജ്മാനി സാറ് ചോദിച്ചു വാങ്ങി. ചോദിച്ചാ പിന്നെ നമ്മള് കൊടുക്കേണ്ടത് നജ്മ. നസീർ കഞ്ചിച്ചാല് എന്നും കരുത്തോടെ മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നമ്മൾ കരുത്തോടെ തന്നെ മുന്നോട്ട് പോകും. ഇതുപോലെയുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യും? സമൂഹത്തിന് മുൻപിൽ തുറന്ന് കാണിക്കും. കാരണം ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് അവരൊക്കെ ഈ നക്കി തിന്നുന്ന കഫുണ്ടല്ലോ, എന്നിട്ട് ഓല് പറയണ എന്താ, കമ്മീഷൻ മേടിച്ചല്ലേ അത് ഹലാലാണ്. അത് എങ്ങനെ ഹലാലാവണ്? നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരുത്തന്റെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിച്ചു കഴിഞ്ഞാൽ അത് ഏത് വഴിക്കാണ് ഹലാലാകുക? നിങ്ങളൊന്ന് പറഞ്ഞാടി, അത് ഹലാലാണോ അതോ ഹറാമാണോ? ഇവർക്കൊക്കെ ഹലാലാണ്, അല്ലാതെ വേറെ ഒന്നല്ല. എതിരഭിപ്രായം പറയുമ്പോൾ മാന്യമായി സംസാരിക്കണം. അത് മാന്യത ഇല്ലവരോടല്ല, എന്നെ പോലത്തെ ഊച്ചാളികളോട് എന്തിട്ട് മാന്യത? എന്താ മറ്റു പ്രശ്നം? ഒന്നും മനസ്സിലാകുന്നില്ല. ബിജു, അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് 2 കള്ളന്മാരുണ്ട്, ഭയങ്കര പ്രതികരണ ശേഷിയുള്ള ആളുകളാ. ജനങ്ങൾക്കിടയിൽ ഭയങ്കരമായിട്ട് എന്താ പറയാ, മറ്റുള്ള ആളുകൾക്കെതിരെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പൊട്ടുന്നതിനെ വിഷയമൊക്കെ നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യും, പുറകിലൂടെ പോയിട്ട് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് ആണ് സെറ്റിൽമെന്റ് ആക്കും. അതാണ് ചെയ്യുന്ന 2 കള്ളന്മാര്, ഒന്ന് സലീലും ഒന്ന് ഹൈദറും. ഈ 2 മുഖമൂടി അണിഞ്ഞ 2 വ്ളോഗർമാരെ ആണ് പുറത്ത് ചാടിക്കുക. അതാണ് ഇതിന്റെ ഉദ്ദേശം, അല്ലാതെ വേറൊന്നും അല്ല ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ആ ഉദ്ദേശം വളരെ കൃത്യമായിട്ട് നിറവേറ്റിക്കൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് വരിക. അപ്പൊ ഇന്ന് രാത്രി 9 മണിക്ക് കാണാം. സ്റ്റേഷനത്തെ വിഷയം ദാ ഇവിടെ തീർന്നു. അപ്പൊ എന്തായാലും ഇനി പോലീസുകാർക്കെതിരെ നുണപ്രചാരണം നടത്തിയതിന് പോലീസുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സലീലിന്റെ പേരിൽ പരാതിയും കാര്യങ്ങളും കംപ്ലൈന്റും കാര്യങ്ങളും എടുക്കുക. അത് ഇനി പോലീസുകാരാണ് തീരുമാനിക്കേണ്ടത്, ഞാനല്ല തീരുമാനിക്കേണ്ടത്. അത് ഇവിടുത്തെ നാട്ടുകാരി സ്റ്റേഷന്റെ പേരിലല്ലേ. അപ്പൊ നാട്ടുകാരി സ്റ്റേഷനിലുള്ള പോലീസുമാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സലീലിനെതിരെ നുണപ്രചാരണം നടത്തിയതിന് സലീലിനെതിരെ എന്ത് ചെയ്യാം, ഓൽക്ക് പരാതി സ്വീകരിക്കുക. അത്രേ ഇതിൽ പറയാനുള്ളൂ, അല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ കുഞ്ഞാന്റെ വിഷയം വല്ലതും ചെയ്യാൻ പറ്റുമോ? സമീർ KVK, സമീറെ മുത്തേ, കുഞ്ഞാന്റെ വിഷയം A to Z കാര്യങ്ങൾ നമ്മൾ അതിലെ കാര്യങ്ങളെല്ലാം വെടിപ്പായിട്ട് പറഞ്ഞു കണ്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്, അല്ലെ? ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നതാണ്. ഇനി അതിൽ നിയമ നടപടികൾ എടുക്കേണ്ടത് ആരാണ്? നമ്മളുടെ നാട്ടിലെ നിയമപാലകരാണ്, പോലീസുകാർ നിയമപാലകരാണ് അതിന്റെ മുന്നോട്ടുള്ള ബാക്കി കാര്യങ്ങൾ എടുക്കേണ്ടത്. അല്ല ഞമ്മക്കിപ്പോ വില കൊണ്ടുകാണ്ട് പിടിച്ചുകാണ്ട് ജയിലിൽ കൊണ്ടിടാനൊന്നും നമ്മളെ കൊണ്ട് കഴിയൂല. ഞമ്മക്ക് എന്തേ കഴിയുള്ളൂ? നിങ്ങളുടെ മുൻപിലേക്ക് വളരെ കൃത്യമായിട്ട് അതിലെ തട്ടിപ്പുകളും ഉടായ്പകളും വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിച്ചു തരിക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് കഴിയുന്നത്. അത് നമ്മൾ വളരെ കൃത്യമായിട്ട് ഭംഗിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളത് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കേസ്. ഓക്കെ, അതിൽ കൂടുതലായിട്ട് ഇനി ചെയ്യാനുള്ളത് മലപ്പുറം SP-ക്കാണ് അന്വേഷണ ചുമതല. അപ്പൊ മൂപ്പര് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് സാറ് എന്ത് ചെയ്യും, അവർക്കെതിരെ കേസും നിയമ നടപടിയും കാര്യങ്ങളും ഒക്കെ എടുക്കും. അപ്പൊ അതൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻഷാ അള്ളാ അതിന്റെ അപ്ഡേഷൻ നമ്മൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും. അതാണ് എനിക്ക് കുഞ്ഞാന്റെ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു വിഷയത്തിൽ അതാണ് പറയാനുള്ളത്, അല്ലാതെ കുഞ്ഞാന്റെ വിഷയത്തിനെതിരെ വീഡിയോ ചെയ്യാത്ത കേടൊന്നുമല്ല. നൗഷാദ് മടിക്കേരി അസ്സലാം വലൈക്കും. വലൈക്കും അസ്സലാമത്തെ. 2 കള്ളന്മാരും കഫൻ തിന്നുവാൻ. തീർച്ചയായിട്ടും ആസിയ ബീഗം, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. വിവേക് അരവങ്കര മുത്തേ,
സമീർ KVK ഓക്കെ, മനു അശ്വതി സപ്പോർട്ട് ബ്രോ, താങ്ക് യു. അപ്പൊ എന്തായാലും ഇനി ബാക്കി 9 മണിക്ക് ഇന്നിപ്പോ ചെന്നിട്ട് വേണം. ഒരുപാട് ആളുകൾ, കൂടെ കിടന്ന ആളുകൾ, രപ്പനി അറിയുന്ന ആളുകള്, ഒരുപാട് ആളുകൾ എന്തുണ്ട്, ഇവർക്കെതിരെ മുൻപൊക്കെ പ്രതികരിച്ച ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ. അതൊക്കെ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് A to Z തെളിവുകൾ അടക്കം ഏതൊരു കുട്ടിക്ക് കണ്ടാലും മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 9 മണിക്ക് ആ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തും. അതാണ് എനിക്ക് പറയാനുള്ളത്. സലീൽ ഹൈദർ കൂട്ടുകെട്ട് കച്ചവടത്തിന്റെ വീഡിയോ. ഓക്കെ, പണം മേടിച്ചതുമൊക്കെ ബന്ധപ്പെട്ടുള്ള വീഡിയോ. നസീർ കോർഗ് പൊളി, താങ്ക് യു മുത്തേ. നസീർ കോർഗ്, എൽദോ PM ഹായ്, സസിയസ് പനന്തൂർ ഹായ്. എന്തായാലും ഇനിയിപ്പോ ഇതേവരെ കരീം ഇഞ്ച പേരിൽ പരാതി ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞിരുന്നത്. ഇനിയിപ്പോ എന്തായാലും കൂട്ടുകച്ചവടക്കാരൊക്കെ പാടെ കൂടിയാണ്ട് പരാതിയൊക്കെ കൊടുക്കേണ്ടാവും കൊടകില് അല്ലേ. പരാതിയൊക്കെ ചെല്ലട്ടെ. പരാതിയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നിയമത്തിന്റെ വഴിക്ക് നീങ്ങാല, അതൊന്നും വിഷയമുള്ള കേസല്ല. അപ്പൊ എന്തായാലും മുത്തുമണിയാലെ സുഖം തന്നെയാണ്. ഷിഹാബുദ്ദീൻ സുഖം തന്നെയാണ്. മുംതാസ് അനസ് ഹായ്. അപ്പൊ എന്തായാലും ഞാൻ നിർത്താണ്. ഇനിയിപ്പോ വീട്ടിൽ പോയിട്ട് വേണം ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് 9 മണിയാകുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാന്. ഓക്കെ, അപ്പൊ അത്രേ പറയുള്ളൂ. റംഷാദ് കോമഡി, എല്ലാ പ്രമുഖന്മാരും പക്കാ ഫ്രോഡുകളാണ്, ഒന്നിനൊന്ന് മെച്ചം. എല്ലാരും ഒറ്റയടിക്ക് അടച്ചങ്ങനെ പറയാൻ പറ്റില്ല മുത്തേ. ഇതിന് നല്ലവരുമില്ലേ. ഞാൻ വെറുതെ പറയില്ല, പണി നിനക്കൊക്കെ തന്നില്ലെങ്കിൽ. ഷമീർ ഓക്കെ മുത്തേ. ബഷീർ പറമ്പില് പൊളിമുത്ത, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? അതൊക്കെ കിട്ടേണ്ട സാധനങ്ങൾ നമ്മളുടെ പിറകിൽ ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ പിറകിൽ പല ആളുകളും പല രീതിയിൽ ഓരോ വിഷയത്തിനും ഓരോ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് എന്റെ വാട്സപ്പിൽ A to Z കാര്യങ്ങൾ അയച്ചു തരുന്ന ആളുകളുണ്ട്. ഇവരുടെ ഒന്നും പേര് വിവരങ്ങൾ പുറത്ത് പറയരുതെന്ന് പറയലാണ്. അതുകൊണ്ട് ഞാൻ പറയാറുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പബ്ലിസിറ്റി അല്ല, ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുൻപിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എന്നിലൂടെ അവരായിട്ട് ഞാൻ എത്തിക്കുന്നത്. അവർ പറയുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് സത്യസന്ധമാണോ നോക്കിയിട്ട് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കും, അത്രമാത്രം. ഓക്കെ, ആരോ തല്ലിക്കൊല്ലാറാക്കിയത് പോലെ ഉണ്ടല്ലോ, മാതിരി ഉണ്ട്, പോലീസ് കൊന്നില്ലേ? ഷംസുദ്ദീൻ കുഞ്ഞോ, അങ്ങനെ തല്ലിക്കൊല്ലാനാക്കിയ മാതിരി ഒന്നും അല്ല. അതാക്കണേ കാറിന്റെ ഉള്ളിലാണ്, കണ്ടോ? കാറിന്റെ ഉള്ളിൽ AC ഇട്ടിട്ടില്ല. AC ഇട്ടിരിക്കാനേ എണ്ണ അല്ലടാ, എണ്ണ അടിച്ചാൽ കായില്ല. ഞമ്മക്ക് എന്താ പറയാ, ഈ ആമിദിന് അതേമാതിരി മാക്കിലോരെ ഇരുന്നൊന്നേ ഭീഷണി പെടുത്തിയാണ്ട് കായ് മേടിച്ചാണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇഞ്ച കജന് കായില്ല. അതിന് മാത്രം മാറ്റിച്ച കായൊന്നുമില്ല. വെറുതെ കത്തിച്ച് കളയാന്, എണ്ണ കത്തിച്ച് കളയാനേ അതിനില്ലേ കായൊന്നുമില്ല. 100 ഉറുപ്യ per ലിറ്ററിന് കൊടുക്കണം, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് AC ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ വേർത്ത് കുളിച്ചാണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. എന്തിനാ നോണ അറിയണത്? ഇതാക്കണേ വണ്ടിന്റെ ഉള്ളിൽ ഇരുന്ന് വേർത്ത് കുളിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത്. AC ഇട്ട് കണ്ട് ഇതാക്കാൻ കായില്ലാത്തോണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ എന്തായാലും മുത്തുമണിയാളെ ഇത്രേ പറയാനുള്ളൂ. ഷിഹാബുദ്ദീന് തുറന്ന് കാണുക. അപ്പൊ എന്തായാലും ദാ സ്റ്റേഷന്റെ ഒരു ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് വിട പറയുകയാണ്, വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയില് 9 മണിക്ക് നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത്ര മാത്രമേ പറയാനുള്ളൂ. വീഡിയോ ലൈവ് ലോങ് ആയിട്ട് നീട്ടിക്കൊണ്ടുപോകണില്ല. അപ്പൊ എന്തായാലും നമുക്ക് രാത്രി 9 മണിക്ക് കാണാം. ഓക്കെ, ബൈ.